പലരും ഒരു 70% ഉണ്ട്, ഒരു 30% പോരായ്മയ്ക്ക് വേണ്ടിയാണ് പലരും ക്ലാസ്സിൽ വിളിക്കുന്നത്. ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഞങ്ങൾ വെറും സീറോ, ഞങ്ങൾ പഠിച്ചു വെച്ചിരുന്നതല്ലോ ഡ്രൈവിംഗ്, ഞാനൊരു 70% ഉണ്ട്, 30% പോരായ്മയ്ക്ക് വേണ്ടി വിളിച്ചത് എന്ന് പറയാം. കാരണം നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ കാണുള്ളൂ, പലതിനകത്ത് പല പല മിസ്റ്റേക്കുകൾ. അപ്പൊ അതെന്താണ് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് ആരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ്. നമ്മുടെ കൈയും കാലും ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ കൈയും കാലും കൃത്യമായിട്ട് എവിടെയൊക്കെ വെച്ച് എന്തൊക്കെ വെച്ച് എങ്ങനെയൊക്കെ വെച്ചാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് അത് പറയാത്തത് കൊണ്ടും ആ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ കാണത്തുള്ളൂ. അത് മിസ്റ്റേക്കുകൾ കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം തോന്നുന്നത്. എന്നാൽ പല പല കാര്യങ്ങളിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പ്രയാസം വരുന്നില്ല. കാരണം ഒരു തിരക്കില്ലാത്ത സമയത്ത് രാവിലെ വെളുപ്പിന് ഒരു റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കുന്ന പ്രയാസം വരുന്നില്ല. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ വണ്ടി നിർത്തേണ്ടതോ പെട്ടെന്ന് എടുക്കേണ്ടതോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അവിടെ. അപ്പൊ ആ മിസ്റ്റേക്കുകൾ മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ എത്തിയത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ എന്റെ വണ്ടി ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെല്ലാമാണ് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ടത്, എന്തിനെല്ലാമാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുക ഒരു വീഡിയോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ മറക്കാതെ തന്നെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഒരു വാഹനത്തിന്റെ ക്ലച്ച് എന്തിനെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ക്ലച്ചുള്ള വാഹനം ഓടിക്കുന്ന സമയത്ത് പേടി കൂടാതെ നമുക്ക് ഓരോ സമയത്ത് കൺട്രോൾ ചെയ്തൊരു വാഹനം ഓടിക്കാൻ സാധ്യമാകത്തുള്ളൂ. കാരണം ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നേരത്തെ പല പല വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു 5 കൂട്ടം കാര്യങ്ങളിലാണ് ഒരു വണ്ടി ഓടിക്കുന്നത്: സ്റ്റിയറിംഗിലും, ക്ലച്ചിൽ, ബ്രേക്കിലും, ആക്സിലേറ്റർ, ഗിയറിലും. ക്ലച്ചിലും, ബ്രേക്കിലും, ആക്സിലേറ്ററിലും, ഗിയറിലും, സ്റ്റിയറിംഗിലും വണ്ടി ഓടിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്തിനാണെന്നെല്ലാം ഞാൻ ആ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു വാഹനം ന്യൂട്രലാക്കാൻ വേണ്ടി ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഇടാൻ വേണ്ടി ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വണ്ടി എടുക്കാൻ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി സ്ലോ ആക്കാൻ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഒരു വണ്ടി നിർത്താനും ക്ലച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു റോഡിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളിലാണ്. ഒരു വണ്ടി എടുക്കാനും ഉണ്ട്, നിർത്താനും ഉണ്ട്, അതുപോലെ തന്നെ സ്ലോ ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാം റോഡിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നത് എന്തിനാണ്? ക്ലച്ചിലാണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ കാല് എങ്ങോട്ട് പോകാത്തത്, ക്ലച്ചിലേക്ക് കറക്റ്റായിട്ട് പോകാത്തത്. അപ്പം നമുക്കിത് വെറുതെ ക്ലച്ച് ആണെന്നും ആക്സിലേറ്റർ ആണെന്നും ബ്രേക്ക് ആണെന്നും സ്റ്റിയറിംഗ് ആണെന്നും മാത്രം അറിഞ്ഞിരുന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ക്ലച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെ, എങ്ങനെയൊക്കെ, എവിടൊക്കെ, എന്തിനൊക്കെ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പലയിടങ്ങളിലാണ് നമ്മളൊരു വാഹനം എടുക്കേണ്ടത്, പലയിടങ്ങളിലാണ് ഒരു വാഹനം നിർത്തേണ്ടത്, പല സാഹചര്യങ്ങളാണ് പെട്ടെന്ന് ചിലപ്പോൾ വാഹനം നിർത്തേണ്ടതുണ്ടാകും, പെട്ടെന്ന് വാഹനം എടുക്കേണ്ടതുണ്ടാകും, പെട്ടെന്ന് ഗിയർ മാറേണ്ടതുണ്ടാകും. അപ്പൊ നമ്മൾ ഗിയർ മാറുന്ന സമയത്ത് ഗിയറിലേക്ക് മാത്രം കൈ പോയിക്കൊണ്ട് ഒരു ഗിയർ ആകുന്നില്ല. അപ്പൊ നമുക്ക് ക്ലച്ചിന്റെ കൂടെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ക്ലച്ച് ചവിട്ടേണ്ട സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഇട്ടുകൊണ്ട് മാത്രം നമുക്കൊരു വണ്ടി മുന്നോട്ട് പോകുന്നില്ല, ക്ലച്ച് ഒന്ന് എടുക്കേണ്ടതുണ്ട്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ബ്രേക്കിലേക്ക് പെട്ടെന്ന് പലരുടെയും കാലുകൾ പോകും. പക്ഷെ അതേ സമയത്ത് പെട്ടെന്ന് ക്ലച്ചിലേക്ക് എന്ത് ചെയ്തില്ല, പലരുടെയും കാലുകൾ പോകില്ല. അതാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് സാഹചര്യം വണ്ടി നിർത്തേണ്ട സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു വണ്ടി ഏതൊക്കെ ഗിയറിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടേണ്ടതിനെ പറ്റിയും ഞാൻ നേരത്തെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ചെറുതായി ഒന്ന് പറഞ്ഞു പോകാം. നമ്മളൊരു ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ആണ് ഒരു വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മുടെ കാല് ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കണം. കാരണം ഫസ്റ്റിലും സെക്കൻഡിലും പോകാനുള്ള കാരണം എന്താ, സ്പേസ് കുറവുള്ളത് കൊണ്ടും പതിയെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളൊരു വാഹനം നമ്മൾക്ക് വണ്ടി ഓഫ് ആകാതെ മുൻകരുതലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം, ആദ്യമേ ക്ലച്ച് ചവിട്ടി കൊടുക്കണം. അത് നമ്മുടെ ഒരു തുടക്കക്കാരനായതുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു തുടക്കക്കാരന് ഫസ്റ്റിലും സെക്കൻഡിലും കറക്റ്റ് ആയിട്ട്, കാരണം അവരുടെ കൈയും കാലിനും അത്രയും വഴക്കം ഉള്ളതുകൊണ്ട് ഫസ്റ്റിലും സെക്കൻഡിലും ആയിരിക്കും അവരുടെ ഒരു വാഹനത്തിന്റെ ഗിയറുകൾ. തേർഡ് ഗിയർ മുതലൊക്കെ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കാലെന്ത് ചെയ്തോളും, ക്ലച്ചിലേക്ക് പൊക്കോളും. പക്ഷേ ഇത് ക്ലച്ചിനെ പറ്റി കൃത്യമായിട്ട് ആദ്യം ക്ലച്ച് ചവിട്ടേണ്ടതിനെ പറ്റി കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും ഓടിക്കുന്നവർക്കാണ്. അപ്പൊ ഈ ഫസ്റ്റിലും സെക്കൻഡിലും ഓടിക്കുമ്പോഴാണ് നമുക്കൊരു വണ്ടി മുൻകരുതലിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യേണ്ടത്, ക്ലച്ച് ചവിട്ടി കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതിന് മുമ്പേ ആദ്യമേ ക്ലച്ച് ചവിട്ടിയാലും നിങ്ങൾ വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി നിർത്തേണ്ടതുപോലെ നിർത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടി കൊടുക്കണം. ആ സമയത്ത് എന്ത് ചെയ്തില്ല, ഇവർ പെട്ടെന്ന് വണ്ടി നിർത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബ്രേക്കിലേക്ക് അങ്ങ്
കാല് പോകും. അപ്പൊ അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നത്. പിന്നെന്ത് ചെയ്യും, ഈ ബ്രേക്ക് കാല് വെച്ചിട്ട് പിന്നെ ഗിയർ കിടക്കുന്ന വണ്ടി ഓഫായി പോയി. പിന്നെ ഇവര് സ്റ്റാർട്ട് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഓഫായിക്കൊണ്ടിരിക്കും. ബാക്കിലെ ഒരു വണ്ടിയുടെ ഓൾറെഡി കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പേടിയും വെപ്രാളങ്ങളും ധൃതി എല്ലാം ഉണ്ടാകും. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എന്നാൽ ന്യൂട്രൽ ആക്കാനോ ക്ലച്ച് ചവിട്ടാനോ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ, ഗിയർ കിടക്കുന്നതാണെന്നൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ക്ലച്ച് ചവിട്ടാനും ചിലർ മറന്നു പോകും. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലച്ച് വേണം. അപ്പൊ നിങ്ങളൊരു വണ്ടി ഓഫായി റോഡിലൂടെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ സാറ് ആ സമയത്ത് തന്നെ പറയുകയാണ്, ഇപ്പൊ വണ്ടി ഓഫായി കിടക്കുന്ന വണ്ടി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എടുക്കണമെങ്കിൽ എന്ത് വേണം, ക്ലച്ച് ചവിട്ടണം. വണ്ടി സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ന്യൂട്രാക്കണ്ടേ? അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആക്കണം. പിന്നെ അതുപോലെ തന്നെ ഗിയർ പിന്നെ ഇടണ്ടേ, ന്യൂട്രാക്കിയില്ലേ സ്റ്റാർട്ട് ചെയ്യാൻ നേരം. പിന്നെ ഗിയർ ഇടാൻ വേണ്ടി പിന്നെ ക്ലച്ച് വേണം. പിന്നെ അതിനുശേഷം പിന്നെ വണ്ടി എടുക്കണം. അതേലും ക്ലച്ച് തന്നെയാണ്. കാരണം നമ്മൾ ഗിയർ ഇട്ടെന്ന് നമ്മൾ ക്ലച്ച് താഴെ ഇരിക്കണം. കാരണം ഗിയർ ഇട്ട് നമ്മളെ ആ സമയത്ത് നമ്മൾ ക്ലച്ച് പെട്ടെന്ന് കാലിട്ട് സംഭവിക്കും, വണ്ടിയുടെ പിന്നെ ഓഫായി പോകും. അപ്പൊ നമ്മുടെ ആ ഗിയർ ഇട്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ക്ലച്ച് നിന്ന് കാലെടുത്താലേ വണ്ടിന്റെ മുന്നോട്ട് മൂവ് ആയി പോകത്തുള്ളൂ. അതേപോലെ തന്നെ പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്യണം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലച്ച് ചവിട്ടുന്നുണ്ട്. മനസ്സിലായോ? അതേപോലെ തന്നെ വണ്ടി എടുക്കാൻ നേരം, നിർത്താൻ നേരം, അതേപോലെ തന്നെ ഗിയർ ഇടാൻ നേരം എല്ലാം നമ്മൾ ക്ലച്ചാണ് ആ സമയത്ത് എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഗിയർ ഇടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ആക്സിലേറ്റർ സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ബ്രേക്ക് സ്ലോ ചെയ്യാനും നിർത്താനും വേണ്ടി മാത്രമേ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതും ക്ലച്ചിലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. പലരും ഒരു 70% ഉണ്ട്, ഒരു 30% പോരായ്മയ്ക്ക് വേണ്ടി എന്നെ പലരും ക്ലാസ്സിൽ വിളിക്കുന്നത്. ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഞങ്ങൾ വെറും സീറോ, ഞങ്ങൾ പഠിച്ചു വെച്ചിരുന്നതല്ലല്ലോ ഡ്രൈവിംഗ്, ഞാനൊരു 70% ഉണ്ട്, 30% പോരായ്മയ്ക്ക് വേണ്ടി വിളിച്ചത് എന്ന് പറയാം. കാരണം നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ കാണുള്ളൂ. പലതിനകത്തും പല പല മിസ്റ്റേക്കുകൾ. അപ്പൊ അതെന്താണ് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് ആരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ്. നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ കൈയും കാലും കൃത്യമായിട്ട് എവിടെയൊക്കെ വെച്ച്, എന്തൊക്കെ വെച്ച്, എങ്ങനെയൊക്കെ വെച്ചാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് അത് പറയാത്തത് കൊണ്ടും ആ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ കാണത്തുള്ളൂ. അത് മിസ്റ്റേക്കുകൾ കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം തോന്നുന്നത്. എന്നാൽ പല പല കാര്യങ്ങളിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പ്രയാസം വരുന്നില്ല. കാരണം ഒരു തിരക്കില്ലാത്ത സമയത്ത് രാവിലെ വെളുപ്പിന് ഒരു റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കുന്ന പ്രയാസം വരുന്നില്ല. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ വണ്ടി നിർത്തേണ്ടതോ പെട്ടെന്ന് എടുക്കേണ്ടതോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് അവിടെ. അപ്പൊ ആ മിസ്റ്റേക്കുകൾ മാത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ എന്തെയ്യത്തുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതിനെപ്പറ്റിയൊക്കെയാണ് ഞാൻ എൻ്റെ വൺ ഡേ ട്രെയിനിങ് ക്ലാസ്സിൽ ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് അതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ. അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാതെ മടിപ്പിക്കാറുണ്ട്. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ തന്നെ അറിയാം, 80-85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതുന്നത്, നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം വ്യക്തമായി മനസ്സിലായി. ക്ലച്ച് എന്തിനെല്ലാം എപ്പോഴെല്ലാം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അന്നേരം യൂസ്ഫുൾ ആയതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.